PSC എഡ്യൂടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇനിയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ പാർട്ട് 1 പോർച്ചുഗീസുകാർ എന്ന യൂറോപ്യൻ ശക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്. ഇന്ത്യയിലെത്തിയ യൂറോപ്യ ശക്തികളാണ് പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡാനിഷ്, ഫ്രഞ്ച്. ഇന്ത്യയിലെത്തിയ അഥവാ കേരളത്തിലെത്തിയ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡാനിഷ്, ഫ്രഞ്ച്. ഏതൊക്കെയാണ്? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡാനിഷ്, ഫ്രഞ്ച്. ഇവരുടെ വരവിന്റെ ഓർഡർ അനുസരിച്ച് ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്. ഇവരുടെ പേരിന്റെ, അതായത് ഇവരുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് PDEDF, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡാനിഷ്, ഫ്രഞ്ച് എന്നോർത്തിരിക്കാം. PDEDF. കോഡ് എന്താണ്? PDEDF. കേരളത്തിലെത്തിയ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കേരളത്തിലെത്തിയ അഥവാ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അടുത്തത് ഒരു PSCയുടെ മുൻകാല ചോദ്യമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി ആരാണ്? അതും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ്? അതും പോർച്ചുഗീസുകാർ തന്നെയാണ്. വർഷം 1498. ഒരിക്കൽ കൂടെ നോക്കാം. കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവ്. ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികൾ ഏതൊക്കെയാണ്? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡാനിഷ്, ഫ്രഞ്ച്. ഇവരുടെ വരവിന്റെ ക്രമം അനുസരിച്ച് ഓർത്തിരിക്കാനുള്ള കോഡാണ് PDEDF. ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാർ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അടുത്തത് PSCയുടെ ഒരു മുൻകാല ചോദ്യം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ യൂറോപ്യൻ ശക്തി ഏതാണ്? അതും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പിൻവാങ്ങിയ വിദേശ ശക്തി അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാർ തന്നെയാണ്. വർഷം 1498. കേരളത്തിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. കേരളത്തിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരനാരാണ്? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമനായിരുന്നു. പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമനായിരുന്നു വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ചത്. 1497 ലിസ്ബണിൽ നിന്നും സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിൽ 1498 കപ്പലിറങ്ങി. 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച സെന്റ് ഗബ്രിയേൽ അഥവാ സാവോ ഗബ്രിയേൽ എന്ന കപ്പലിൽ യാത്ര തിരിച്ച വാസ്കോഡ ഗാമ 1498 മെയ് 20 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങുന്നു. വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു. വാസ്കോഡ ഗാമ സാമൂതിരി രാജാവിനോട് ചെന്ന് കച്ചവടം നടത്താനുള്ള അനുവാദം ചോദിച്ചു. പക്ഷേ സാമൂതിരി കച്ചവടം നടത്താനുള്ള അനുവാദം വാസ്കോഡ ഗാമയ്ക്ക് കൊടുത്തില്ല. അങ്ങനെ 1499 വിഷമിതനായ ഗാമ വീണ്ടും ലിസ്ബണിലേക്ക് തിരികെ പോവുകയാണ്. ഗാമ വിഷമിതനായിട്ടാണ് ലിസ്ബണിൽ തിരിച്ചെത്തിയതെങ്കിലും അല്ലെങ്കിൽ മാനുവൽ രാജാവിന്റെ അടുത്തെത്തിയതെങ്കിലും മാനുവൽ രാജാവ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു റൂട്ട് കണ്ടെത്തിയ വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അഥവാ അഡ്മിറൽ ഓഫ് സീ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകി ആദരിക്കുകയാണ്. തുടർന്ന് പെട്രോ അൽവാരിസ് ഗബ്രാളിനെ ഗാമയുടെ പിൻഗാമിയായിട്ട് മാനുവൽ ഒന്നാമൻ കേരളത്തിലേക്ക് വീണ്ടും അയക്കുകയാണ്. മാനുവൽ ഒന്നാമൻ അയച്ച പെട്രോ അൽവാരിസ് ഗബ്രാൾ 1500 കോഴിക്കോടിൽ വന്ന് കപ്പലിറങ്ങുകയാണ്. പെട്രോ അൽവാരിസ് ഗബ്രാൾ സാമൂതിരിയെ കണ്ട് ഫാക്ടറി തുടങ്ങാനുള്ള അനുവാദം ചോദിച്ചു. സാമൂതിരി ഫാക്ടറി തുടങ്ങാനുള്ള അനുവാദം നൽകി. പക്ഷേ അവിടെ നേരത്തെ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന അറബികൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കുകയും അവർ 50ഓളം വരുന്ന പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു.
തുടർന്ന് പെട്രോ അൽവാരിസ് ഗബ്രാൾ തിരികെ ലിസ്ബണിലേക്ക് മടങ്ങുകയാണ്. പകരം വീട്ടുന്നതിനായി മാനുവൽ ഒന്നാമൻ വീണ്ടും ഗാമയെ കേരളത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഗാമ രണ്ടാമതും കേരളത്തിലെത്തുന്നു. കേരളത്തിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരൻ ആരാണ്? വാസ്കോഡ ഗാമ. കേരളത്തിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവാണ് മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമൻ. ലിസ്ബണിൽ നിന്നും സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ യാത്ര ചെയ്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് 1498 മെയ് 20 ഗാമ കപ്പലിറങ്ങി. ലിസ്ബണിൽ നിന്നും സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ ഗാമ യാത്ര ചെയ്ത കപ്പൽ ഏതാണ്? സെന്റ് ഗബ്രിയേൽ, സാവോ ഗബ്രിയേൽ എന്നും അറിയപ്പെടുന്നു. ഗാമ യാത്ര ചെയ്ത സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് 1498 മെയ് 20 ഗാമ കപ്പലിറങ്ങുകയാണ്. ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വർഷം ഏതാണ്? 1497. ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വർഷം 1497. ഗാമ യാത്ര ചെയ്ത കപ്പൽ ഏതാണ്? സെന്റ് ഗബ്രിയേൽ അഥവാ സാവോ ഗബ്രിയേൽ. ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പൽ ഇറങ്ങിയത് 1498 മെയ് 20. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പൽ ഇറങ്ങിയ വർഷം ഏതാണ്? 1498. വാസ്കോഡ ഗാമയെ അനുഗമിച്ച മറ്റ് 2 കപ്പലുകളാണ് സെന്റ് റാഫേൽ അല്ലെങ്കിൽ സാവോ റാഫേൽ ബെറിയോ. വാസ്കോഡ ഗാമയെ അനുഗമിച്ച മറ്റ് 2 കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ബെറിയോ. ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ബെറിയോ. വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവ്. വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജാവ്. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം ഏതാണ്? 1499. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അഥവാ അഡ്മിറൽ ഓഫ് സീ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകി ആദരിച്ചതാരാണ്? മാനുവൽ ഒന്നാമൻ. മാനുവൽ ഒന്നാമൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അഥവാ അഡ്മിറൽ ഓഫ് സീ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകി ആദരിച്ചതാരെയാണ്? വാസ്കോഡ ഗാമ. മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് നൽകിയ പദവി എന്തൊക്കെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അഥവാ അഡ്മിറൽ ഓഫ് സീ ഓഫ് ഇന്ത്യ. ഈ പേരുകളിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വാസ്കോഡ ഗാമ. ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയത് ആരാണ്? പെട്രോ അൽവാരിസ് ഗബ്രാൾ. ഗാമയുടെ പിൻഗാമിയായി മാനുവൽ ഒന്നാമൻ ഇന്ത്യയിലേക്ക് അയച്ചത് ആരെയാണ്? പെട്രോ അൽവാരിസ് ഗബ്രാൾ. ഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയത് ആരാണ്? പെട്രോ അൽവാരിസ് ഗബ്രാൾ. വർഷം 1500. എവിടെയാണ് കപ്പൽ ഇറങ്ങിയത്? കോഴിക്കോട്. ഒരിക്കൽ കൂടെ നോക്കാം. കേരളത്തിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവാണ് മാനുവൽ ഒന്നാമൻ. 1497 ലിസ്ബണിൽ നിന്നും സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് യാത്ര തിരിച്ച് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് 1498 മെയ് 20 കപ്പലിറങ്ങി. 1497 ലിസ്ബണിൽ നിന്നും സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ യാത്ര തിരിച്ച വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് 1498 മെയ് 20 കപ്പലിറങ്ങി. വാസ്കോഡ ഗാമയെ അനുഗമിച്ച മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേൽ ബെറിയോ. വാസ്കോഡ ഗാമയെ അനുഗമിച്ച മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ബെറിയോ. കോഴിക്കോട് വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജാവ്. വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജാവ്.
വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം ഏതാണ്? 1499. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അഥവാ അഡ്മിറൽ ഓഫ് സീ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകി മാനുവൽ രാജാവ് ആദരിച്ചത് ആരെയാണ്? വാസ്കോഡ ഗാമ. ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു റൂട്ട് കണ്ടെത്തിയതിനു വേണ്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അഥവാ അഡ്മിറൽ ഓഫ് സീ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകി മാനുവൽ രാജാവ് ആദരിച്ചത് ആരെയാണ്? വാസ്കോഡ ഗാമ. ഗാമയുടെ പിൻഗാമിയായി മാനുവൽ രാജാവ് ഇന്ത്യയിലേക്ക് അയച്ചത് ആരെയാണ്? പെട്രോ അൽവാരിസ് ഗബ്രാൾ. ഗാമയുടെ പിൻഗാമിയായി മാനുവൽ ഒന്നാമൻ ഇന്ത്യയിലേക്ക് അയച്ചത് അല്ലെങ്കിൽ കേരളത്തിലേക്ക് അയച്ചത് ആരെയാണ്? പെട്രോ അൽവാരിസ് ഗബ്രാൾ. പെട്രോ അൽവാരിസ് ഗബ്രാൾ ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ വർഷം 1500. എവിടെയാണ് കപ്പൽ ഇറങ്ങിയത്? കോഴിക്കോട്. പെട്രോ അൽവാരിസ് ഗബ്രാൾ കേരളത്തിലെത്തിയ വർഷം 1500. കപ്പൽ ഇറങ്ങിയത് എവിടെയാണ്? കോഴിക്കോട്. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502 കണ്ണൂരിൽ ആണ്. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1502. അദ്ദേഹം കപ്പലിറങ്ങിയ സ്ഥലം കണ്ണൂർ. രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വാസ്കോഡ ഗാമ പുതിയൊരു സിസ്റ്റം അല്ലെങ്കിൽ പുതിയൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവർ തനിക്ക് ചുങ്കം നൽകണം എന്ന വ്യവസ്ഥ. ഈ വ്യവസ്ഥ അറിയപ്പെടുന്നത് കാർട്ടസ് വ്യവസ്ഥ എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ചുങ്കം ഏർപ്പെടുത്തിയ വ്യവസ്ഥ അറിയപ്പെടുന്നത് കാർട്ടസ് വ്യവസ്ഥ. 1524 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വെച്ച് തന്നെ മരണമടയുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ഏതാണ്? 1539. ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539. വാസ്കോഡ ഗാമ എന്ന പേരിൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ. വാസ്കോഡ ഗാമ എന്ന പേരിൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ഗാമയുടെ കപ്പൽ എന്ന കൃതി രചിച്ചത് പി കുഞ്ഞിരാമൻ നായർ. ഗാമയുടെ കപ്പൽ എന്ന കൃതി രചിച്ചതാരാണ്? പി കുഞ്ഞിരാമൻ നായർ. വാസ്കോഡ ഗാമ 3 പ്രാവശ്യം ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ എത്തുന്നുണ്ട്. ആദ്യമായി കേരളത്തിലെത്തിയ വർഷം 1498 മെയ് 20. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തുന്നത് 1498 മെയ് 20. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തുന്നത് 1502. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയപ്പോഴാണ് 1502. വാസ്കോഡ ഗാമ മൂന്നാമതായും അവസാനമായും കേരളത്തിലെത്തിയത് 1524. 1524 ഈ സമയം അദ്ദേഹം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി മാറി. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം 1524. ഒരിക്കൽ കൂടി നോക്കാം. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502. അദ്ദേഹം കപ്പൽ ഇറങ്ങിയത് കണ്ണൂർ. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1502. ഇന്ത്യയിലെത്തിയ വാസ്കോഡ ഗാമ കടൽ മാർഗം യാത്ര ചെയ്യുന്നവർ തനിക്ക് ചുങ്കം നൽകണം അല്ലെങ്കിൽ ടാക്സ് നൽകണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. ഈ വ്യവസ്ഥ കാർട്ടസ് വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവർ ചെയ്യുന്നവർക്ക് ചുങ്കം ഏർപ്പെടുത്തിയ വ്യവസ്ഥ അറിയപ്പെടുന്നത് കാർട്ടസ് വ്യവസ്ഥ. എന്താണ് കാർട്ടസ് വ്യവസ്ഥ? 1524 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വെച്ച് തന്നെ മരണമടയുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് എവിടെയാണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ. കൊച്ചിയിൽ നിന്നും ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം 1539.
കൊച്ചിയിൽ നിന്നും വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ഏതാണ്? 1539. വാസ്കോഡ ഗാമ എന്ന പേരിൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ. വാസ്കോഡ ഗാമ എന്ന പേരിൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ഗാമയുടെ കപ്പൽ എന്ന കൃതി രചിച്ചത് പി കുഞ്ഞിരാമൻ നായർ. ഗാമയുടെ കപ്പൽ എന്ന കൃതി രചിച്ചത് ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. വാസ്കോഡ ഗാമ 3 പ്രാവശ്യം കേരളത്തിലെത്തുകയാണ്. അദ്ദേഹം ആദ്യമായി കേരളത്തിലെത്തിയത് 1498 മെയ് 20. രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. വാസ്കോഡ ഗാമ മൂന്നാമതായി കേരളത്തിലെത്തിയത് 1524. ആ സമയത്ത് അദ്ദേഹം ഇന്ത്യയിലെ പോർച്ചുഗൽ വൈസ്രോയിയായി മാറി. വാസ്കോഡ ഗാമ അവസാനമായും മൂന്നാമതായും ഇന്ത്യയിലെത്തിയത് 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം 1524. അൽഫോൺസ് അൽബുക്കർക്ക് ഇന്ത്യയിലെത്തിയ വർഷം 1503. അൽഫോൺസ് അൽബുക്കർക്ക് ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1503. അൽഫോൺസ് അൽബുക്കർക്ക് ഇന്ത്യയിലെത്തിയ വർഷം 1503. ഇദ്ദേഹം കൊച്ചിയിൽ മാനുവൽ കോട്ട പണിതു. അൽബുക്കർക്ക് കൊച്ചിയിൽ പണിത കോട്ട ഏതാണ്? മാനുവൽ കോട്ട. അൽബുക്കർക്ക് കൊച്ചിയിൽ പണിത കോട്ടയാണ് മാനുവൽ കോട്ട. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? എവിടെയാണ്? കൊച്ചിയിൽ. കോട്ടയുടെ പേരെന്താണ്? മാനുവൽ കോട്ട. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? എവിടെയാണ്? കൊച്ചിയിൽ. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽഫോൺസ് അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അൽഫോൺസ് അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും അൽഫോൺസ് അൽബുക്കർക്ക്. പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അൽഫോൺസ് അൽബുക്കർക്ക്. 1510 ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. 1510 ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൺസ് അൽബുക്കർക്ക്. 1510 ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും അൽഫോൺസ് അൽബുക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. ഒരിക്കൽ കൂടെ നോക്കാം. അൽഫോൺസ് അൽബുക്കർക്ക് കേരളത്തിലെത്തിയ വർഷം ഏതാണ്? 1503. കൊച്ചിയിൽ അദ്ദേഹം മാനുവൽ കോട്ട എന്നൊരു കോട്ട പണിതു. അൽഫോൺസ് അൽബുക്കർക്ക് കൊച്ചിയിൽ പണിത കോട്ടയാണ് മാനുവൽ കോട്ട. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? എവിടെയാണ്? കൊച്ചിയിൽ. ഏതാണ് കോട്ടയുടെ പേര്? മാനുവൽ കോട്ട. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? കൊച്ചിയിൽ. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽഫോൺസ് അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽഫോൺസ് അൽബുക്കർക്ക്. പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും അൽഫോൺസ് അൽബുക്കർക്ക്. പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അൽഫോൺസ് അൽബുക്കർക്ക്. 1510 ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. 1510 ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ്
അൽഫോൺസ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും അൽബുക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൺസ് അൽബുക്കർക്ക്. വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസ് അൽബുക്കർക്ക്. അൽഫോൺസ് അൽബുക്കർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽബുക്കർക്കിന് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണിത വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണിതത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ കാത്തലിക് ചർച്ചാണ് സെന്റ് ആഞ്ചലോസ് കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ കാത്തലിക് ചർച്ചാണ് ഇത്. നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കി. നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ആദ്യമായി അച്ചടി വിദ്യ കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? അല്ലെങ്കിൽ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ 1555 ഗോവയിൽ അച്ചടിശാല നിർമ്മിച്ചു. പോർച്ചുഗീസുകാർ ഗോവയിൽ അച്ചടിശാല നിർമ്മിച്ച വർഷം ഏതാണ്? 1556. തൃശൂരിൽ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എന്നിവ പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. തൃശൂരിൽ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എന്നിവ പണികഴിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഇത് പണികഴിപ്പിച്ചത് 1503. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. പണികഴിപ്പിച്ച വർഷം 1503. ചവിട്ടുനാടകം എന്ന കലാരൂപം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം എന്ന കലാരൂപം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ഇത് പണികഴിപ്പിച്ച വർഷം 1555. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. വർഷം ഏതാണ്? 1555. എന്നാൽ 1663 ഡച്ചുകാർ മട്ടാഞ്ചേരി കൊട്ടാരം പുതുക്കി പണിയുകയും അങ്ങനെ അത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുകയും ചെയ്തു. 1663 ഡച്ചുകാർ മട്ടാഞ്ചേരി കൊട്ടാരം പുതുക്കി പണിതതിനാൽ ഡച്ച് കൊട്ടാരം എന്നും ഇത് അറിയപ്പെടുന്നു. ഒരിക്കൽ കൂടെ നോക്കാം. അൽഫോൺസ് അൽബുക്കറിന് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണികഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ പണികഴിപ്പിക്കേണ്ട വർഷം ഏതാണ്? 1505. ഇന്ത്യയിലെ ആദ്യ കാത്തലിക് ചർച്ചാണ് ഇത്. നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ.
പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. തൃശൂരിൽ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എന്നിവ പണികഴിപ്പിച്ചു. തൃശൂരിൽ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എന്നിവ പണികഴിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. പണി കഴിപ്പിക്കപ്പെട്ട വർഷം 1503. ചവിട്ട് നാടകം എന്ന കലാരൂപം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം എന്ന കലാരൂപം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. വർഷം 1555. എന്നാൽ 1663 ഡച്ചുകാർ ഈ കൊട്ടാരം പുതുക്കി പണിയുകയും അതിന്റെ ഫലമായി ഡച്ചു കൊട്ടാരം എന്നും ഇത് അറിയപ്പെടുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡച്ചുകാർ എന്ന രണ്ടാമത്തെ യൂറോപ്യൻ ശക്തികളുമായി പാർട്ട് 2 വീണ്ടും കാണാം.